ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ICRൻ്റെ നഴ്സറി വിഭാഗത്തിലുള്ള പ്ലാന്റുകൾ നിൽക്കുന്ന സ്ഥലത്താണ്. ഇതൊക്കെ അരുണിമ എന്ന് പറയുന്ന അതിൻ്റെ പ്ലാന്റുകളാണ്. ഞാൻ മാവിനെ തേടിയുള്ളൊരു അന്വേഷണത്തിൽ നമ്മുടെ ബംഗാളിൽ നിന്നും ഇപ്പോൾ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഞാൻ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണുള്ളത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ICRൻ്റെ ആസ്ഥാന മന്ദിരങ്ങളും അവിടെ റിസർച്ച് സെൻ്ററുകളൊക്കെ കാണാനും അതുപറ്റി പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ഉള്ള അടുത്ത യാത്രയാണ്. അതിലാണ് നമുക്ക് അംബിക, അരുണിക അങ്ങനെ ഒട്ടനവധി ഹൈബ്രിഡ് ഇനങ്ങൾ ആയ മാവുകളെ പറ്റിയിട്ടുള്ള മാവിൻ്റെ പ്ലാന്റുകളും മദർ പ്ലാന്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. मैं ICR ऑफिस में हरीश कुमार का साथ है. इसका हरीश कुमार मैं केरला से आते हैं. इसका आंबा के लिए आप थोड़ा बताओ. आम की वैरायटी हमारे यहाँ पूसा में हॉर्टिकल्चर डिवीज़न में अगर उसकी एडवांस बुकिंग करवा देते हैं तो जुलाई अगस्त के महीने में किसान को मिल सकता है. हमारी वैरायटी आम की हैं पूसा लालिमा, पूसा सूर्या, पूसा प्रतिभा, पूसा अरुणिमा, पूसा श्रेष्ठ. ये पूसा मल्लिका भी है. मल्लिका और आम्रपाली बहुत सुटेबल वैरायटी हैं. आम्रपाली का हाइट और वो पूरा एरिया है, वॉल्यूम कम होता है तो किचन गार्डन के लिए सूटेबल है. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇവിടെ ഞാൻ കാണുന്നത് ഒരു വലിയ മാവ്, നല്ല ഒരു മാവിനെ അതിൻ്റെ നടുമുറിച്ച് ഏകദേശം ഒരു 1.5 മീറ്ററോളം മുറിച്ച് അതിനെ ബുഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി നിർത്തിയിരിക്കുന്ന ഒരു പ്ലാന്റാണ് നിങ്ങൾ കാണിക്കുന്നത്. ഇത് കാണിക്കാൻ കാരണം പലപ്പോഴും എല്ലാവരും ചോദിക്കും മാവ് മുറിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കമ്പുകളുണ്ടാവുക, ശകരങ്ങളുണ്ടാവുക എന്നൊക്കെ ചോദിക്കാറുണ്ട്. എല്ലാ മാവുകളെയും അവരുടെ മുറിച്ച് ഒതുക്കി ഇവിടെ ICRൻ്റെ മദർ പ്ലാന്റുകൾ നിൽക്കുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെയാണ് അവരുടെ മദർ പ്ലാന്റുകൾ കൂടുതലുള്ളത്. ഇതിൽ നിന്നാണ് ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്തൊക്കെ അവർ തൈകൾ എടുക്കുന്നത്. ഇപ്പം നമുക്ക് മാങ്ങ കഴിക്കാത്തൊരു സീസൺ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് മാങ്ങകളെ വെറൈറ്റികൾ ടേസ്റ്റ് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. ചില ഇനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണെന്ന്. പക്ഷേ മാങ്ങ കഴിക്കാത്തതുകൊണ്ട് നമുക്കത് ടേസ്റ്റ് ചെയ്യാനോ അതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഒന്നും പറയാനായിട്ട് കഴിയുന്നില്ല. അവിടെയുള്ള ഒരു മാവിൻ്റെ ഇത് കണ്ടില്ലേ, കട്ട് ചെയ്ത് മുറിച്ച് ചെയ്തതിന് ശേഷം അതിന് കുറേ ബ്രാഞ്ചസുകൾ ഉണ്ടാക്കിയിട്ട് മനോഹരമായിട്ട് നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഇത് കണ്ട എല്ലാ പ്ലാന്റുകളും അങ്ങനെ നടുവിൽ കട്ട് ചെയ്തിട്ട് ബുഷാക്കി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ബുഷാക്കി നിർത്തിയാലാണ് മാവ് കൂടുതലായിട്ട് കായ്ക്കുക എന്നുള്ള ഒരു റിസർച്ചിങ് അവരുടെ പഠനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ മാവുകളും ഇതുപോലെ കട്ട് ചെയ്ത് ഇത് കണ്ടില്ലേ, ഇതെല്ലാം മുറിച്ചിട്ട് കമ്പുകൾ മുറിച്ചിട്ട് അവർ ബുഷാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാ പ്ലാന്റുകളും അങ്ങനെ തന്നെ നല്ല മനോഹരമായിട്ട് ബുഷ് ചെയ്ത് എങ്ങനെ ഒരു മാവിനെ ഒതുക്കി നിർത്താം എന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും. ആ രീതിയിലാണിത്. ഇത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ ആയിട്ടാണ് ഇവിടെ നമുക്കവർ തുറന്നു തന്നത്. ഇതൊരു ഉള്ളിലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുള്ളൂ, എല്ലാവരും ഇങ്ങോട്ട് കടത്തി വിടില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം സമ്മതം ചോദിച്ച് നമ്മളങ്ങനെ കേരളത്തിൽ നിന്ന് വരുന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്തേക്ക് കടത്തി വിട്ടതാണ്. ഇവിടെ എല്ലാ പ്ലാന്റുകളും വലിയ പ്ലാന്റുകൾ മുറിച്ചിട്ട് ഇതുപോലെ ബുഷാക്കി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ അടുത്തടുത്ത് 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഏകദേശം ഉള്ളത്. വലിയ പ്ലാന്റുകൾ 3 മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുമ്പോഴുള്ള ആ ഒരു അകലാണ് നമ്മളീ കാണുന്നത്. കണ്ടോ, 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഓരോ പ്ലാന്റുകളും വെച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ അൾട്രാ ഹൈ ഡെൻസിറ്റി പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ കൃഷി ചെയ്തിരിക്കുന്നത്.